പ്രിയമുള്ളവരെ, പ്രധാനമായും ഇങ്ങനെ ഒരു പത്രസമ്മേളനം നിലമ്പൂരിൽ വിളിക്കണമെന്ന് ഉദ്ദേശിച്ചതിൻ്റെ പ്രധാന കാരണം നിലമ്പൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലെ ജനങ്ങളോട് എൻ്റെ രാജിയുടെ സാഹചര്യവും അതുപോലെ തന്നെ കഴിഞ്ഞ 8 വർഷത്തോളം അവർ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിഞ്ഞത്, എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യാൻ കഴിയാതെ പോയത്, ഈ കാര്യമാണ് വിശദീകരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പത്രസമ്മേളനത്തിനപ്പുറം മണ്ഡലത്തിലെ വിഷയങ്ങളാണ് ഇവിടെ മണ്ഡലത്തിലെ ജനങ്ങളോട് പ്രത്യേകം പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് 2016 തിരഞ്ഞെടുപ്പ് തൊട്ട് ഇന്നലെ വരെ എന്നോടൊപ്പം നിന്ന, എനിക്ക് വോട്ട് ചെയ്ത, ഇവിടുത്തെ പൊതുപ്രവർത്തനങ്ങളിൽ മുഴുവൻ എന്നോട് രാഷ്ട്രീയത്തിനപ്പുറം സഹകരിച്ച, എല്ലാ പ്രതിസന്ധികളിലും ഒരു പ്രത്യേക പരിഗണന നൽകിയ നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളോട് അവർ നൽകിയ പിന്തുണയ്ക്കും സഹായത്തിനും പ്രാർത്ഥനകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇവിടെ രാജിവെച്ച് ഒഴിഞ്ഞു എന്നതുകൊണ്ട് നിലമ്പൂരിലെ ജനതയെ കൈവിടുകയോ അല്ലെങ്കിൽ അവരെ മറന്ന് മുന്നോട്ടുള്ള പ്രയാണം ഞാൻ ആരംഭിക്കുകയോ ചെയ്യുകയല്ല. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാകും. ജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ ജനങ്ങൾ നൽകിയ പിന്തുണക്ക് നന്ദി എന്ന നിലക്ക് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ എൻ്റെ ഒരു പാർലമെൻ്ററി രംഗത്തേക്ക് എന്നെ എത്തിച്ച ഈ ജനങ്ങളോട് മരണം വരെയും വ്യക്തിപരമായിട്ട് എനിക്കുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും എന്നറിയിക്കുകയാണ്. രാജ്യസംബന്ധമായ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടതാണ്, അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിലമ്പൂരിലെ ജനത അറിയേണ്ടതുണ്ട്. 2016 ഇലക്ഷൻ കഴിഞ്ഞു വിജയിച്ചതിന് ശേഷം ആദ്യത്തെ 5 വർഷം 2021 വരെയുള്ള കാലഘട്ടം വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഈ മണ്ഡലത്തിൽ നടത്താൻ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 1500ഓളം കോടി രൂപയുടെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ 2021 രണ്ടാമത്തെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിലും ജനങ്ങൾ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതെങ്കിലും 2021 തൊട്ട് ഇന്നലെ വരെയുള്ള കാലയളവ് പരിശോധിച്ച് നോക്കിയാൽ 16-21 കാലഘട്ടത്തിലെ പദ്ധതികൾക്കപ്പുറം പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല കാര്യമായിട്ട് എന്നത് വസ്തുതാപരമായി ഇവിടെ നിൽക്കുകയാണ്. എൻ്റെ കണക്ക് ഞാൻ നൽകുന്നുണ്ട്. ഈ നാട്ടിലെ ജനം വളരെ ആഗ്രഹത്തോടു കൂടി വെയിറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ബൈപ്പാസ്. അതേപോലെ തന്നെ ജില്ലാ ആശുപത്രിയുടെ വികസനം. ഇത് രണ്ടും പൊതുവായിട്ട് ഈ ഇവിടുത്തെ മുഴുവൻ 4-5-6 ലക്ഷം വരുന്ന ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയമാണ്. ബൈപ്പാസ് എന്ന് പറയുന്നത് നിലമ്പൂർക്കാരെ മാത്രമല്ല, കേരളത്തെ മുഴുവൻ ബാധിക്കുന്നതാണ് ഈ ബൈപ്പാസ്. CNG റോഡ് വഴി കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും പോകുന്ന മുഴുവൻ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു റോഡാണ് നിയുക്ത ബൈപ്പാസ്. 16 ഞാൻ അധികാരത്തിൽ വന്ന് 18 അതിനെ ഫണ്ട് അനുവദിച്ച് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ പ്രതിസന്ധികളും തീരുമ്പോഴേക്കും 2021 ആയിരുന്നു. അതിലെ പ്രധാന വിഷയമായിട്ടുണ്ടായിരുന്നത്, ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നത്, ഒന്നാമത്തെ ഘട്ടത്തിൽ ഇതിൻ്റെ ഫയൽ കാണാനില്ലായിരുന്നു. ഏകദേശം 1.5 വർഷം ആ ഫയലിൻ്റെ പിന്നാലെ പോയി കഷ്ടങ്ങളായ ഫയലുകൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് കണ്ടെത്തിയാണ് ഏകദേശം ഒരു 2 വർഷം കഴിയുമ്പം ആ ഫയലിൽ നിന്നും ഷേപ്പാക്കിയെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഹൈടെൻഷൻ ലൈന് കടന്നു പോകുന്ന അതേ വഴിയിലൂടെയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ബൈപ്പാസിൻ്റെ സൈഡിലും സെൻറ്ററിലുമായിട്ടാണ് അന്നുണ്ടായിരുന്ന 66 kV, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. അത് 110 kV ആയി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചു. നിലമ്പൂരിൽ അന്ന് ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷയം വൈദ്യുതിയായിരുന്നു, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. ആ വൈദ്യുതി പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞിട്ടും ഈ റോഡിൻ്റെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ഹൈടെൻഷൻ ലൈന് മാറ്റുന്നത് സംബന്ധിച്ച് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ തീർന്നു വന്നപ്പോൾ അതിന് പൈസ ആരടക്കണം? PWD അടക്കണോ അല്ലെങ്കിൽ KCB അടക്കണമോ? KCB പറയും ഞങ്ങൾ അടക്കില്ല, PWD പറയും നിങ്ങളതാണ്, നിങ്ങളടക്കണം.
അവസാനം മുഴുവൻ മന്ത്രിമാരുടെയും ഡിപ്പാർട്ട്മെൻറ്റിലെ മന്ത്രിമാരെ ഒരുമിച്ചിരുത്തി 3-4 മീറ്റിംഗ് നടത്തിയാണ് തീരുമാനമായത്. അങ്ങനെ 2021 അത് അവസാനിക്കുന്നു. 2021 പുതിയ ഗവൺമെൻറ് വരുന്നു. അതിനുശേഷമാണ് വലിയ പ്രതിസന്ധികൾ ആ വിഷയത്തിലുണ്ടാകുന്നത്. എന്തുകൊണ്ടോ ആ ഫയൽ അങ്ങോട്ട് മുന്നോട്ട് നീങ്ങില്ല. പല ഘട്ടങ്ങളിലായിട്ട് പല ചർച്ചകൾ നടത്തി, ഗവൺമെൻറ്റുമായി ചർച്ചകൾ നടത്തി, കിഫ്ബിയുമായി ചർച്ചകൾ നടത്തി. നിങ്ങൾക്കറിയാം, നിലമ്പൂരിലെ പത്രക്കാർക്കറിയാം, ആദ്യം മുഴുവൻ ബൈപ്പാസ് ഉണ്ടായിരുന്നത് അത് ആദ്യം 1-ാം ഘട്ടം പകുതിയാക്കാമെന്ന് പറഞ്ഞു. അത് പകുതിയാക്കി എസ്റ്റിമേറ്റ് കൊടുത്തു. വീണ്ടും അത് മുഴുവൻ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും അവസാനമായി ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത് 10-300ഓളം ആളുകൾ, കുടുംബങ്ങൾ ഒരു 17-18 വർഷമായിട്ട് അക്വിസിഷൻ കഴിഞ്ഞവരെ ഭൂമിയും വീടും ഉപയോഗിക്കാൻ കഴിയാത്ത വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട്, നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ഈ സ്ഥലം നഷ്ടപ്പെട്ട ആളുകളെയും കൂട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളുടെ ഗൗരവങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ളൊരു പരിശ്രമം നടത്തി. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്കറിയാം, നിലമ്പൂരിലെ പത്രക്കാർക്കറിയാം, ഇവിടുത്തെ ഈ ആളുകളെയും കൊണ്ടുപോയി മുഖ്യമന്ത്രിയെ കണ്ട ഫോട്ടോ പത്രങ്ങളിൽ വന്നപ്പോൾ നിലമ്പൂരിലെ അന്നത്തെ ലോക്കൽ സെക്രട്ടറി സഖാവ് ഹരിദാസ് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഈ ഫോട്ടോ വെച്ചുകൊണ്ട്. ഈ മനുഷ്യരെ കൊണ്ടുപോയി ആരാണ് പറ്റിച്ചത്? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നിങ്ങൾ അന്ന് വാർത്ത കൊടുത്തതാണ്. അപ്പം CPMൻ്റെ ജില്ലാ ലീഡർഷിപ്പിൽ നിന്ന് ഇതിനൊരു വലിയ തടവുണ്ടായിരുന്ന ഒരു വസ്തുതയാണ്. എല്ലാവർക്കും അറിവുള്ള കാര്യം, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. ആ വിഷയം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ആ മനുഷ്യരുടെ അവസാനമായി ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, ഈ നിയമസഭ അവസാനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്രവൃത്തി പൂർത്തിയായിട്ടില്ലെങ്കിൽ നിങ്ങളടുത്തേക്കും നിലമ്പൂരിലെ ജനതയുടെ അടുത്തേക്കും വോട്ട് ചോദിച്ച് ഞാൻ വരില്ല എന്ന് ഞാൻ അവർക്ക് ആത്മാർത്ഥമായി എൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ള വാക്ക് കൊടുത്തായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ രാജിവെച്ച് ഒഴിയേണ്ടി വരും എന്ന് കണക്കാക്കിയല്ല എന്ന് പറഞ്ഞത്. ബൈപ്പാസ് പൂർത്തിയായില്ലെങ്കിൽ ഞാൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചതുമാണ്, അവരെ അറിയിച്ചതുമാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ വലിയ തടസ്സം ഉണ്ടായിട്ടുണ്ട്.